ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ജെൽ അഥവാ ബോഡി ജെൽ റെഡിയാക്കാം, അതുപോലെ തന്നെ ആ ജെൽ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫേസ് മാസ്ക് റെഡിയാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സ് സീഡാണ്. ഇതാണ് കേട്ടോ ഫ്ലാക്സ് സീഡ്. ഇതിന് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ജെല്ല് റെഡിയാക്കുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ റെഡിയാക്കാം. ഒന്ന് ഈ ഫ്ലാക്സ് സീഡും വെള്ളവും ഉപയോഗിച്ച് തിളപ്പിച്ച് റെഡിയാക്കാം, അല്ലെങ്കിൽ നമ്മൾ തലേന്ന് വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ട് അങ്ങനെയും റെഡിയാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. ഞാനിത് ചെറിയ കപ്പായതുകൊണ്ടാണ് 1.5 കപ്പ് എടുക്കുന്നത്. വലിയ കപ്പാണെങ്കിൽ 1 കപ്പ് മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ജെല്ല് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ, സൺ ടാൻ, അതുപോലെ തന്നെ സൺബേൺ ഇതൊക്കെ മാറിക്കിട്ടും. സ്കിൻ ടൈറ്റനിങ്ങിന് ഈ ജെല്ല് വളരെ നല്ലതാണ്. ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഫേസിലൊക്കെ എല്ലായിടത്തും പല കളറാണല്ലോ ഉണ്ടാവുക. അതൊക്കെ മാറിയിട്ട് ഒരു ഈവൻ ടോൺ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലാക്സ് സീഡ് ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ലേഡീസിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഇൻബാലൻസൊക്കെ മാറാൻ സഹായിക്കും. അതിനൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. നല്ല ബ്രൈറ്റനായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ജെല്ലിന് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജെല്ലൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. തണുത്തപ്പോൾ ശരിക്കും ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കോട്ടൺ തുണിയിൽ നിന്നും വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം അരിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് വേണം അരിച്ചെടുക്കാനായിട്ട്. ഈ ജെല്ല് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളും ചുളിവുകളൊക്കെ മാറിയിട്ട് നല്ല സ്കിന്നൊക്കെ നല്ല ടൈറ്റനായിട്ടുണ്ടാവും, നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്നൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ജെല്ല് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഫേസ് മാസ്ക് റെഡിയാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന അരിയാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫേസ് മാസ്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ റൈസൊക്കെ എടുക്കുമ്പോൾ. ഞാനൊരു 2 ടീസ്പൂണോളം റൈസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. റൈസ് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തായി കിട്ടാനും റിങ്കിൾസൊക്കെ മാറാനും നമ്മുടെ റൈസ് സഹായിക്കും. റൈസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ. അതുമൂലം നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കും. അതുമൂലം നമ്മുടെ ചർമ്മത്തിലുള്ള ചുളിവുകളൊക്കെ മാറാൻ ഇത് ഈ റൈസിനെ കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ജെല്ലാണ്.
ഒരു ബൗളിലേക്ക് എടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അത് കുറച്ച് എടുക്കുക, 1 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് കേട്ടോ ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതിൻ്റെ ഒരു നല്ല ഉറവിടമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. തരികളൊന്നുമില്ലാതെ അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡും റൈസും വെച്ചിട്ടുള്ള ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് മാസ്ക്. നമ്മുടെ ജെല്ലും ഫേസ് മാസ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജെല്ല് ഇതുപോലെ മാത്രം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഡെയിലി ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാസ്ക് ഇട്ട് നോക്കാം. നല്ല ക്രീമി പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ. നമുക്ക് ഫേസിലും ബോഡി ഫുള്ളും ഇത് അപ്ലൈ ചെയ്യാം. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് ഇത് തുടച്ച് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.